നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം. അന്നേരം ഡാൻസാണ്. ഒരു സീക്രട്ട് ഷെയർ ചെയ്യാട്ടോ. കല്യാണം ഉറപ്പിച്ചിട്ട് ഇവരിവിടെ ഗൾഫിലോട്ട് പോയല്ലോ. പിന്നെ നീണ്ട 10 മാസങ്ങൾ തെക്ക് നിന്നും വടക്കോട്ട് വന്ന വിഭവങ്ങൾ. അപ്പോ ഈ 10 മാസങ്ങളില് ഓരോ രാത്രി പാട്ട് പാടിന്റെ വീഴ്ത്തിയ മനുഷ്യനാണ്. ഓർമ്മിക്കുന്നതിന്റെ മുന്നേ വീട്ടുകാരറിയാതെ കള്ളക്കോള ചെയ്ത ആളാണ്. എൻഗേജ്മെന്റ് കഴിയില്ല അതിനു മുന്നേ അല്ലേ? നിങ്ങളെ അറിയോ? സത്യം പറയും. ഇനിയിപ്പോ 8-9 കൊല്ലമെങ്കിൽ എന്തും പറയാലോ. ചിരിക്കുന്നൊക്കെ അതുകൊണ്ട് ഞങ്ങളത് ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ എന്ന് ചോദിച്ചാ വീട്ടുകാരറിവില് അറേഞ്ച്ഡ് മാരേജ് ആണ്. ഞങ്ങളതിൽ നോക്കുകയാണെങ്കിൽ ലവ് മാരേജ് ആണ്. അപ്പൊ നിങ്ങളെ വിശേഷങ്ങളും ഷെയർ ചെയ്യട്ടോ. പാട്ട് തുടങ്ങിക്കണേ. എന്റെ ബർത്ത്ഡേക്കുള്ള കിട്ടിയ എന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് പാട്ട് കേട്ട് യാത്ര ചെയ്യാതെ. ഞങ്ങളിപ്പോ തറവാട്ടിലേക്ക് എത്തിക്കണ ഗോകുലമാളിലേക്ക് ഡിന്നർ കഴിക്കാൻ വന്നതാണ്. മക്കളെയും കൂട്ടിയിട്ട് സേഫായിട്ട് ചെല്ലാൻ പറ്റിയൊരു മോള് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണെന്നുണ്ട് അങ്ങോട്ട് വന്നേട്ടോ. എന്തുകൊണ്ട് ഈ മോളിലേക്ക് വീണ്ടും വരുന്നതെന്ന് വെച്ചാല് നല്ല വൃത്തിയുള്ള ബാത്റൂമാ. അതാ മെയിനായിട്ട് കാര്യം. അല്ലെങ്കിൽ ധൈര്യമായിട്ട് കൊണ്ടുപോരാ. സെക്യൂരിറ്റി പിന്നെ വൃത്തി അതൊക്കെ കുറച്ചധികം ഉണ്ട്. നല്ലതാ. അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോഴുള്ള മക്കൾക്ക് പ്രത്യേകിച്ച് 1-2 വരിക. അതെങ്ങനെ ആയാലും അങ്ങനെ തന്നെ. അന്നേരമൊക്കെ ഞാനും കാക്കിയും കൂടി അവസ്ഥപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടല്ലോ. ഓ അപ്പൊ മനസ്സമാനത്തോടെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോ നേരം കൂടെ പോരാ. എന്നാലും മോന്റെ കാര്യമൊക്കെ ഒന്ന് തൃപ്തിപ്പെടുത്താലോ. നമ്മളെ മനസ്സിനും ടെൻഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ചെറിയ ഡിന്നർ പിന്നെ നേരെ വീട്ടിലോട്ട് പോകും. നാളെ വർക്കിംഗ് ഡേ അല്ലേ, മോക്ക് സ്കൂളിൽ പോണ്ടേ.